ഈ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് തീരദേശത്തും മലയോര മേഖലയിലും ജാഗ്രത തുടരുകയാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും കണ്ണൂരിൽ നിന്ന് ഫെലിക്സും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് മുഹമ്മദ് ഷഹീദിലേക്ക് പോവാം. ഷഹീദ്, കോഴിക്കോടൊക്കെ എങ്ങനെയാണ് മഴ ഇപ്പോൾ? തുടർച്ചയായ മഴയാണോ? ജയലക്ഷ്മി, തീർച്ചയായും അത്യാവശ്യം നല്ല മഴ കോഴിക്കോട് ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലും മറ്റ് ജില്ലകളിലും എല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയും മഴയുണ്ടായിരുന്നു, രാവിലെയും അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിശക്തമായ രണ്ടാഴ്ച മുമ്പൊക്കെ നമ്മൾ നേരിട്ടതുപോലെയുള്ള അതിശക്തമായ മഴയില്ല. ഇടയ്ക്ക് ഇടവേളകളുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കയറുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കോ മഴ മാറിയിട്ടില്ല. ഇടയ്ക്ക് ചെറിയ കാറ്റും വീശുന്നുണ്ട്. ശക്തമായ കാറ്റില്ല. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്ന മഴയിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായ മരങ്ങൾ വീഴുകയും അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത്തരം ഒരു കാറ്റ് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് കാറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് ഉള്ളത്. അവിടങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നാളെ ഈ മലബാറിലെ ഈ കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെ 4 ജില്ലകളിലും നിലവിൽ ഓറഞ്ച് അലർട്ടാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഇത്തരത്തിൽ മുന്നറിയിപ്പുകളും എടുത്ത് ജനങ്ങൾ, മലയോര മേഖലയിൽ പൊതുജനങ്ങൾ രാത്രിയിൽ പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയുള്ള മുന്നറിയിപ്പുകളുണ്ട്. തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പൊക്കെയുണ്ട്. ആ രീതിയിലാണ് മഴ ഇപ്പോഴും തുടരുകയാണ്. ഷഹീദ്, കഴിഞ്ഞ മഴയ്ക്ക് നമ്മൾ കണ്ടതാണ് റോഡിലേക്കൊക്കെ മരങ്ങൾ കടപുഴകി വീണും മറ്റും വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നതുപോലെ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളുണ്ടോ ഇപ്പോൾ? നിലവിൽ അത്തരം സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. മലയോര മേഖലകളിൽ കോഴിക്കോട് പ്രത്യേകിച്ചും മുക്കം, താമരശ്ശേരി, ഓമശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, കുറ്റ്യാടി, നാദാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം കയറുകയോ അവിടെയെങ്കിലുമൊക്കെ തുടർച്ചയായുള്ള മഴയിൽ പെട്ടെന്ന് തന്നെ പുഴയിൽ വെള്ളം കയറുകയും അത്തരം ജനങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുകയും ഒക്കെ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഒപ്പം തന്നെയാണ് ഈ മരങ്ങൾ വീണുകൊണ്ടുള്ള ഇലക്ട്രിക് പോസ്റ്റിലേക്കും മറ്റുമൊക്കെ മരങ്ങൾ വീണ് വലിയ അപകടങ്ങളൊക്കെ നമ്മൾ രണ്ടാഴ്ച മുമ്പ് പെയ്ത മഴയിൽ കണ്ടതാണ്. 2 കുട്ടികൾ കോഴിക്കോട് മുക്കത്ത് മരിക്കുകയൊക്കെ ചെയ്തിരുന്നു, അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ നിലവിൽ ആ തരത്തിൽ കാറ്റ് അതിശക്തമായ കാറ്റ് വീശുന്നില്ല. അത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് മഴ തുടരുകയാണ്. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഷഹീദ അറിയിച്ചത്. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അവിടെ ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, കണ്ണൂരിൽ മഴ എങ്ങനെയാണിപ്പോൾ? കണ്ണൂരിൽ അതായത് മഴയ്ക്ക് ഒരു നിമിഷം പോലും ശമനമില്ലാതെ തന്നെ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ്. പ്രത്യേകിച്ചും നഗര കേന്ദ്രങ്ങളിലാണ് കൂടുതൽ മഴ ഉണ്ടാവുന്നത്. മലയോര കേന്ദ്രങ്ങളിലും നല്ല മഴയുണ്ട്. പക്ഷേ അതിശക്തമായ മഴയാണ് കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള എല്ലായിടങ്ങളിലും ലഭിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാത്രി ആരംഭിച്ച മഴയാണ്. ഇടയ്ക്ക് രാത്രി അല്പം ശമനമുണ്ടായെങ്കിൽ പിന്നീട് അതിശക്തമായ മഴ തുടരുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് രാവിലെ ആയ സമയത്തും നല്ല മഴ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴയുടെ സമയത്ത്, അതായത് മെയ് മാസം അവസാന കാലഘട്ടത്തിലാണ് ശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചത്. ആ സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നു. സമാനമായ സ്ഥിതി ഇപ്പോഴില്ല. പക്ഷേ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ, ശമനമില്ലാതെ തുടരുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനടക്കം സാധ്യത കൽപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അപ്പോൾ സമാനമായ രീതിയിൽ നാളെയും ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് ജാഗ്രത തുടരണം എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഏതായാലും ജില്ലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ, അതായത് വളവട്ടണം പുഴയ്ക്ക് ഇപ്പുറത്തോട്ട് കണ്ണൂർ നഗരത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ ലഭിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് പുഴയോരത്ത് ചേർന്ന് താമസിക്കുന്നവർക്കൊക്കെ ആശങ്കയുണ്ട്. കാരണം ഒരു ആഴ്ച മുമ്പാണ് അതിശക്തമായ മഴയും അതുമൂലമുണ്ടായ ദുരിതവും ആളുകൾ നേരിട്ടത്. സമാനമായ അവസ്ഥ ഉണ്ടാകുമോ? മണ്ണിടിച്ചിലിന്റെ ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റും നൽകിയിട്ടുണ്ടോ? ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മഴ പെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് കുപ്പത്തെ ജനങ്ങളാണ്. ആ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടാവുകയും ചെളിയും മണ്ണും ഒക്കെ തന്നെ വീടുകളിലേക്ക് ഒലിച്ചെത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ആശങ്കയില്ല എന്നതാണ്. കാരണം ഈ വെള്ളം ഒഴുകുന്നത് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വീടുകളിലേക്ക് ഇപ്പോൾ ചെളിയും മണ്ണും എത്തുന്നില്ല. പക്ഷേ ഇനിയും അതിശക്തമായ മഴ പെയ്താൽ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി കുന്നിടിച്ച സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ തുടരുന്നത്.
ശരി ഫെലിക്സ്. എന്തായാലും കണ്ണൂരിൽ ശക്തമായ മഴയാണ് തുടരുന്നത്. ഈ പുഴയോരത്തൊക്കെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യത മുൻകൂട്ടി കണ്ട് അവിടങ്ങളിലുള്ള ആളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫെലിക്സ് നൽകുന്നത്. നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷഹീദും ഫെലിക്സുമാണ്.